സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഏഗൽ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം ഏക്കയാണ് കേട്ടോ മക്കളെ. നമ്മൾ നാളെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം. ഇവിടുത്തെ ഒരുപാട് ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യങ്ങൾ മിക്കവാറും ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രവുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഞാനിന്ന് 4 ചിത്രങ്ങൾ കാണിക്കാൻ പോകുന്നു. 4 പിക്ചേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 1 by 1 ആയിട്ട് പറയാം. ഓക്കെ, പ്രഷറാണ് പ്രധാനപ്പെട്ട ടോപ്പിക് കേട്ടോ. സോ ഇവിടെ ഞാനൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇതിന് താഴെയായിട്ട് ഒരു റബ്ബറിൻ്റെ ചെറിയൊരു, നമുക്ക് വേണേൽ ആലോചിക്കാം, ഒരു റബ്ബർ ബലൂൺ ഇല്ലേ, റബ്ബർ ബലൂൺ എന്ന് പറഞ്ഞാൽ ബലൂൺ. ആ ബലൂണിൻ്റെ ഒരു പൊട്ടിയ പീസ് ഞാനിവിടെ എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. കണ്ടോ, ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ എന്താ നിങ്ങൾ കണ്ടത്? ഈ ബലൂണിൻ്റെ അഗ്രഭാഗം വീർത്തു വന്നു, ബബ്ലിയായി. പിന്നെന്താണ്, ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാൻ പോവുകയാണെ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നിങ്ങൾ എന്താ കണ്ടിരിക്കുന്നത്? കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ചിത്രം വളരെ പ്രധാനപ്പെട്ട ചിത്രമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്താണ് ഇവിടെ സംഭവിച്ചത്. നിങ്ങളുള്ളിൽ കാര്യം കിടക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ശേഷം എന്ത് ചെയ്യുന്നറിയാവോ, ഞാൻ 4 ചിത്രവും കാണിച്ചിട്ട് 1 by 1 ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഫിഗറിലേക്ക് കടക്കാം. ഏതാ അടുത്ത ഫിഗർ? നോക്കിക്കോട്ടോ. ഇതൊരു കുപ്പിയാണല്ലോ. കുപ്പിയിൽ നിറയെ വെള്ളമുണ്ടല്ലോ, ശരിയല്ലേ? കുപ്പിയിൽ വെള്ളമുണ്ട്. ഞാനിവിടെ ചെറിയൊരു പൈപ്പ് എടുത്തു. ചെറിയ പൈപ്പാ, കണ്ടല്ലോ. ഇതൊരു എന്താ പറയുക ഒരു ട്രാൻസ്പാരൻ്റ് ആയ, ഉള്ളൊക്കെ കാണാൻ പറ്റുന്ന സാധാരണ ഒരു പൈപ്പാണ് കേട്ടോ. ഈ പൈപ്പ് എടുത്ത് ഞാൻ നേരെ ഇവിടെ ഒരു ചെറിയൊരു ഹോളൊക്കെ ഇട്ടിട്ട്, ഇവിടെ ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ഈ പൈപ്പിന് എന്ത് ചെയ്തു, ഇൻസൈഡ് വെച്ച് നന്നായിട്ട് ഒട്ടിച്ചു വെച്ചു. ശേഷം ഞാൻ ഇവിടെ ഒരു ബലൂൺ വെച്ചു. എന്താ വെച്ചത്? ബലൂൺ. ഇങ്ങനെ ബലൂൺ വെച്ച് കഴിഞ്ഞാൽ, ബലൂൺ ആണെങ്കിൽ ശരിക്കും ഇങ്ങനെയല്ലേ നിൽക്കുക, ഇങ്ങനെയല്ലേ ബലൂൺ നിൽക്കുക. പക്ഷേ ആ ബലൂൺ വെച്ച സമയത്ത് എന്ത് സംഭവിച്ചു? ഈ ബലൂണിലേക്ക് വെള്ളം പൈപ്പിലൂടെ വരികയും വടപ്പൻ ഈ രീതിയിൽ നിൽക്കുകയും ചെയ്യും. സംശയമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. കുപ്പിയെടുക്കണമെന്നില്ല. ഒരു പൈപ്പിൻ്റെ അഗ്രഭാഗത്ത് നമുക്ക് എക്സ്പെരിമെൻ്റ് ഉണ്ടത് അല്ലേ. പൈപ്പിൻ്റെ അഗ്രഭാഗത്ത് നമ്മൾ ഇതേപോലെ ബലൂൺ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ബലൂൺ എന്ത് ചെയ്യും? വീർത്ത് വരും. ശരിയാണല്ലോ. സെക്കൻഡ് കഴിഞ്ഞു. ഇനി തേർഡ്, മൂന്നാമത്തെ ഫിഗർ. ഇതെന്താ പറയണത്? ഇവിടെ ഒരു കുപ്പി തന്നെയാണല്ലോ. ഈ കുപ്പിയിൽ ഞാൻ എന്താ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ കുപ്പീൻ്റെ 4 സൈഡിലും, പക്ഷേ ഒരു പ്രത്യേകത ഉണ്ട്, 4 സൈഡിലും ഒരേ ഹൈറ്റില്ല. ഇവിടെ ഒരു ഹോൾ ഇട്ടു, ഇവിടെ ഒരു ഹോൾ ഇട്ടു, ഇവിടെ ഒരു ഹോൾ ഇട്ടു. ഇനി അപ്പുറത്തെ ഭാഗത്ത് ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു ഹോൾ ഇട്ടു. ഇതെല്ലാം എന്താണ്? ഒരേ ഹൈറ്റിലാണ് കേട്ടോ. അപ്പം എന്തായിരിക്കും സംഭവിക്കുക? അങ്ങനെ ഒരേ ഹൈറ്റിൽ ഹോൾ ഇട്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം നിറച്ചു. എന്ത് കാണാൻ സാധിക്കും? തീർച്ചയായും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. എങ്ങനെ? ഈ കുപ്പിയിൽ നിന്നും കണ്ടോ, 4 ഭാഗത്തേക്കും വെള്ളം ഇങ്ങനെ ചീറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യമാ ഉള്ളതെന്നറിയാവോ? ഈ 4 നമ്മളിതാ കുപ്പിയിൽ നിന്നും ഈ വെള്ളം തെറിച്ചു വീഴുന്ന ഈ അകലം ഞാനൊന്ന് പരിശോധിക്കുകയാണ്. കണ്ടോ, ഈ അകലം ഞാൻ എടുത്തു. ഈ അകലവും എടുത്തു, ഇങ്ങോട്ടുള്ള അകലവും എടുത്തു, അപ്പുറത്തുള്ള അകലവും എല്ലാം എടുത്തു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ എല്ലാ അകലവും എന്തായിരിക്കും? ഈക്വലായിരിക്കും. ഉറപ്പായിട്ട് ഈക്വലായിരിക്കും. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം. നമുക്കിത് പറയാം കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത ഫിഗറിലേക്ക് കടക്കാം. ഇവിടെ നിങ്ങൾ കണ്ടു ഒരു എംപ്റ്റി ബോട്ടിലാണ്. ഈ എംപ്റ്റി ബോട്ടിൽ ഞാൻ 4 ഹോൾസ് ഇട്ടു. ഈ 4ൻ്റെയും ഹോള് വ്യത്യാസമുണ്ട്. എന്തിലെ വ്യത്യാസം? ഹൈറ്റിലാണ് അല്ലേ. നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഇത് 1ാമത്തിൻ്റെ ഹൈറ്റ്, ഇത് 2ാമത്തിൻ്റെ ഹൈറ്റ്, ഇത് 3ാമത്തിൻ്റെ ഹൈറ്റ്, 4ാമത്തിൻ്റെ ഹൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഹൈറ്റ് വെച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ശേഷം ഞാനിതിലേക്ക് വെള്ളമൊഴിക്കുന്നു. എന്താ ഒഴിക്കുന്നത്? വെള്ളമൊഴിക്കുന്നു. എന്ത് കാണാൻ സാധിക്കും? എന്താ കാണാൻ പറ്റുക? ഇതേപോലെ ഉണ്ടായിരിക്കും. ഈ ഹോളുകളിൽ നിന്നും വെള്ളം കൃത്യമായിട്ട് പുറത്തേക്ക് ചീറ്റുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലെങ്ത്തും അതേപോലെ ഈ ലെങ്ത്തും എന്താണ്? വ്യത്യാസമുണ്ട്. എപ്പോഴാണ് ലെങ്ത്ത് കൂടിയത്? ഏറ്റവും താഴെയുള്ള ഹോളിലൂടെ പുറത്തേക്ക് ചീറ്റുന്ന വെള്ളത്തിലാണ് എന്ത് കൂടിയത്? കൂടുതൽ പ്രഷർ ഉണ്ടായത്, കൂടുതൽ മർദ്ദമുണ്ടായത്. അത് നന്നായിട്ട് പുറത്തേക്ക് എന്തായിട്ടുണ്ട്? ചീറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം 4 ഫിഗറായി. ഒരു കാര്യം നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ. ഒറ്റ ഫിഗറോട് നോക്കാം.
ഈ 5 ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. 5ാമത്തെ ഫിഗർ ഇങ്ങനെയാണ്. ഞാൻ 2 പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ 2 പൈപ്പുകളുടെയും അഗ്രഭാഗത്തായി 2 ബലൂൺ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കും, സാർ എന്താണ് കുറേ നേരമല്ല പൈപ്പും ബലൂണും തന്നെ. എടാ പൈപ്പും ബലൂണും വെച്ചാണ് ഈ കൂടുതൽ എക്സാമിന് ചോദിക്കാറുള്ളത്. ഓക്കെ ആണോ? സോ ഇനി ശ്രദ്ധിച്ചോ. ഞാൻ 1ാമത്തെ ഇതിൽ ഈ ഒരു ബീക്കറിൽ ഞാൻ നിറച്ചിരിക്കുന്നത് മണ്ണെണ്ണയാണ്. ഏതാണ്? മണ്ണെണ്ണ. 2ാമത് ഞാൻ നിറയ്ക്കുന്നത് ഏതാണെന്നറിയാവോ? ജലം. അല്ല നിങ്ങൾ പറഞ്ഞാൽ മതി 1ലാണോ 2ലാണോ നിറയ്ക്കാമെന്ന് ചോദിക്കാൻ മതി. നോക്കൂ, ഞാൻ നിറച്ച സമയത്ത് ഒരു ബലൂൺ ഇത്രമാത്രം വീർത്തു, മറ്റൊരു ബലൂൺ നന്നായിട്ട് വീർത്തു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, 1ാമത്തെ ബലൂണിലും 2ാമത്തെ ബലൂണും ഞാൻ നിറച്ചത് എന്താണ്? ദ്രാവകങ്ങളാണ്, ലിക്വിഡ്സ് ആണ്. പക്ഷേ ഒരേ അളവിലാണ് ഇവ നിറച്ചിട്ടുള്ളത്. എങ്കിലും എന്ത് സംഭവിച്ചു? ഈ 2ലും ഉണ്ടായിരിക്കുന്ന ആ ഒരു ബൾബല്ല ബലൂണിൽ ഉണ്ടായിരിക്കുന്ന വലുപ്പത്തിന് വ്യത്യാസമുണ്ട്. ദീസ് ബൾബ് ഈസ് എക്സ്പാൻഡ് മോർ. വേണേ പറയാം ഇത് എ ബൾബും എ ബലൂണും ബി ബലൂണുമാണെങ്കിൽ എന്താണ്? ബി ബലൂൺ ഈസ് എക്സ്പാൻഡ് മോർ, കൂടുതൽ നന്നായിട്ട് വീർത്തു വന്നു അല്ലേ? അതെന്താണ് കാരണം? അതിനൊരു കാരണമുണ്ട്. ഇതിൽ ഞാൻ നിറച്ചത് മണ്ണെണ്ണ അല്ലെങ്കിൽ കെരോസിനാണ്. ഏതാണ്? മണ്ണെണ്ണ അല്ലെങ്കിൽ കെരോസിൻ. ഇതെന്താ നിറച്ചെന്നറിയാവോ? ഇതിൽ ജലമാണ് നിറച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ആലോചിക്കും, സാറേ ജലത്തിൽ നന്നായിട്ട് വീർത്തിട്ടുണ്ടെങ്കിലും മണ്ണെണ്ണയിൽ എന്താണ് നന്നായിട്ട് വീർക്കുന്നത്? ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പഠിച്ചതാണ് സാന്ദ്രത. എന്താ പഠിച്ചത്? സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി. ഞാൻ ഒരു ഗ്ലാസ് എടുത്തതിന് ശേഷം ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു. ഓക്കെ, ശേഷം കുറച്ച് മണ്ണെണ്ണയും ഒഴിച്ചു. നോക്കൂ മക്കളെ, മണ്ണെണ്ണ എവിടെയാണ് നിൽക്കുക? മണ്ണെണ്ണ എല്ലായ്പ്പോഴും ജലത്തിന് മുകളിലാണ് മണ്ണെണ്ണ നിൽക്കുക. ജലത്തിന് താഴെയാണ് ആരുണ്ടാവുക? അല്ല, മണ്ണെണ്ണയ്ക്ക് താഴെ ആരുണ്ടാവുക? ജലം ഉണ്ടാവുക. ശരിയല്ലടാ. സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ജലത്തിന് സാന്ദ്രത കൂടുതലാണ്. ഓക്കെ, മണ്ണെണ്ണയ്ക്ക് എന്താണ്? സാന്ദ്രത കുറവാണ്. സോ സാന്ദ്രത കൂടിയ, ഡെൻസിറ്റി കൂടിയ വസ്തുക്കൾക്ക് നന്നായിട്ട് മർദ്ദം പ്രയോഗിക്കാനുള്ള കഴിവുണ്ട്. ഇവിടെ കണ്ടോ, സാന്ദ്രത കുറഞ്ഞ മണ്ണെണ്ണയ്ക്ക് മർദ്ദം, ആ ബലം, ആ ഒരു ഫോഴ്സ് കൊടുക്കാനുള്ള കഴിവ് എന്താണ്? കുറവാണ്. അങ്ങനെയുള്ള ഈ 5 ചിത്രങ്ങൾ നമ്മളൊന്ന് ക്രോഡീകരിച്ചുകൊണ്ട് 5 പോയിന്റുകൾ പറയുകയാണ്. എന്തൊക്കെയാണ് പോയിന്റ്? നമ്മൾ 1 by 1 ആയിട്ട് പറഞ്ഞു. ദ ഫ്ലൂയിഡ് എക്സൈഡ് ഫോഴ്സ് ഓൺ ഓൾ സൈഡ് ഓഫ് ദ വെസൽ ഇൻ വിച്ച് ഈസ് ലൊക്കേറ്റഡ്. അല്ലേ? അതായത് ദ്രാവകം അത് ഏത് പാത്രത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ എല്ലാ വശങ്ങളിലും മർദ്ദം അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. 2ാമത്തെ എക്സ്പാൻഷൻ ഇങ്ങനെയാണ്. The pressure exerted increases with the height of the fluid column. അതായത് ദ്രാവകത്തിൻ്റെ ആ ഒരു ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? മർദ്ദവും കൂടും. അതായത് ഏറ്റവും താഴെയാണ് മർദ്ദം കൂടുതൽ അനുഭവപ്പെടുന്നത്. 3ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ പ്രഷർ അറ്റ് വിച്ച് ദ ഫ്ലൂയിഡ് ഈസ് അപ്ലൈഡ് ദ സെയിം ഹൈറ്റ്. അതായത് നമ്മൾ ഒരേ ഉയരത്തിൽ ഞാൻ ഹോളുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേ ലെങ്ത്തിലാണ് ദ്രാവകം തെറിച്ചു വിടത്. മർദ്ദം അവിടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പ്രഷർ അറ്റ് എ ഹൈറ്റ് ഈസ് ഈക്വൽ. ക്ലിയർ ആണല്ലോ? അടുത്തത്, as the density of the fluid varies, the pressure at which they are applied also varies. അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാവുന്ന സമയത്ത് അത് പ്രയോഗിക്കുന്ന മർദ്ദത്തിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. നാളത്തെ എക്സാമിൽ ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും ഇന്ന് കൃത്യം 7:30-ക്കുള്ള ലൈവിൽ എത്തിച്ചേരുക. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും. അടിപൊളിയായിട്ട് പഠിക്കണം, സെറ്റ് ആക്കണം. സോ ടാറ്റാ, ബൈ.